സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ A3 DJ ഡ്രോൺ നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാം. അതായത് ഞാൻ ആസ് എ പേഴ്സൺ ചോദിച്ചാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡ്രോൺ വാങ്ങുക എന്നുള്ളത്. കുട്ടിക്കാലം പോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു. ഫ്ലൈറ്റ് പറന്നു പോകുന്നു. അപ്പോൾ ഡ്രോൺ എന്ന് നിലവിലുണ്ടായോ അല്ലെങ്കിൽ ഡ്രോൺ എന്ന് നമ്മുടെ ലോകത്തേക്ക് വന്നോ, നമുക്കൊക്കെ നമ്മുടെ മുന്നിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ വളരെ കൗതുകത്തോടുകൂടി നോക്കിയിരുന്ന ഒരു സാധനമാണ് ഡ്രോൺ. ഇത് എന്ന് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും, എനിക്കിത് എങ്ങനെ പറപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഡ്രോൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഫ്യൂച്ചറാണ് ശരിക്കും. ഡ്രോൺ എല്ലാ കാര്യങ്ങളും ഡ്രോൺ ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വിദൂരമല്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ചാനൽ റൺ ചെയ്യുമ്പോൾ ഡ്രോണിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് വളരെ എന്താ പറയുക അധികമാണെന്ന് മനസ്സിലാക്കി. പിന്നെ ഇതൊരു സ്വപ്നമായി കരുതി കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ആ ഡ്രോൺ വാങ്ങുകയും ഉണ്ടായി. സോ ഞാൻ ഡ്രോൺ വാങ്ങിയത് കാസർഗോഡുള്ള അസാപ്പിന്റെ കീഴിലുള്ള DGC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തന്നെ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എടുത്തിട്ട് അവിടെ നിന്ന് തന്നെയാണ് അവർ ത്രൂ ആണ് ഡ്രോൺ വാങ്ങിയത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അവർ വഴി എന്തിനു വാങ്ങി എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ അന്വേഷിച്ചപ്പോൾ ഡ്രോണിനൊരു UIN നമ്പർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. UIN നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്പർ പോലെ തന്നെ. അതായത് നമുക്ക് പൈലറ്റ് ലൈസൻസ് വേണം ഡ്രോൺ ഫ്ലൈ ചെയ്യണമെങ്കിൽ, അത് DGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണം. കേരളത്തിൽ കാസർഗോഡാണ് ഉള്ളത്. അത് കൂടാതെ ഡ്രോണിന് ഒരു UIN നമ്പർ വേണം. നാളെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ലൈസൻസും UIN നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ പുറത്തേക്ക് കൊണ്ടുപോകാം. ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണമെങ്കിൽ അവിടെയും ഫ്ലൈ ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രമാണിച്ച് നമ്മൾ അവിടെ നിന്ന് UIN നമ്പറും കൂടി അവർ സപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ഡ്രോൺ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അല്പം വില കൂടുതലാണ് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ. ബട്ട് ഹോപ്പ്ഫുള്ളി കണ്ടന്റ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഈ അൺബോക്സിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. സോ ഇതാണ് നമ്മുടെ ഡ്രോൺ. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് നോക്കിക്കോളൂ. DJI Air 3 ഡ്രോണിന് 2 ക്യാമറയുണ്ട്. ഡ്യുവൽ ക്യാമറയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 360 ഡിഗ്രി ഒബ്സ്റ്റക്കിൾസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ കൂടുതൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. റിട്ടേൺ ടു ഹോം ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ ഹാൻഡ്ലിംഗ് സ്റ്റേഷനിൽ മോണിറ്ററിൽ നമുക്ക് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെയുള്ള ഒരു ഡ്രോണാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാണാം എന്താന്ന് നോക്കാം അതിനകത്ത്. ഇത് ശരിക്കും ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ശരിക്കും നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ കുറച്ച് മുന്നേ എത്തിയാണ്. ഇതാ ഒരു ബാഗാണ്. നല്ലൊരു ബാഗ്. സോ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഐ തിങ്ക് ഇത് ബാറ്ററീസ് ആണ് തോന്നണം. നോക്കട്ടെ. ഇത് ബാറ്ററീസ് ആണ്. ഇത് ഡ്രോണിന്റെ ബാറ്ററീസ് ആണ്. അതെ, 2 ബാറ്ററി ഇവിടെ ഉണ്ട്. ടോട്ടൽ 3 ബാറ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്. 3 ബാറ്ററി. സോ ഇത് സ്റ്റേഷനാണ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റേഷൻ. ഡ്രോൺ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്റ്റേഷൻ വേണം. അത് പണ്ടൊക്കെ വലിയ യൂണിറ്റാണ്. ഇപ്പോൾ ചെറിയ യൂണിറ്റിലാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റേഷൻ.
വിത്ത് റിസീവേഴ്സ്, ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു യൂണിറ്റാണിത്. ബാറ്ററി ഇതാണ്. ബാറ്ററി ആണ് 3 ബാറ്ററിയാണത്. 45 മിനിറ്റ്സ് ഫ്ലൈയിങ് കപ്പാസിറ്റി ഉള്ള 3 ബാറ്ററി. അതിൽ 2 ബാറ്ററിയാണ് ഇതിനകത്ത് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബാറ്ററി ഡ്രോണിനകത്ത് ഓൾറെഡി ഇൻസേർട്ടഡ് ആയിരിക്കും. ഇനി നമ്മൾ നമ്മുടെ ഡ്രോൺ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്, ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ കൈകൊണ്ട് ടച്ച് ചെയ്യുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. സോ ഇത് വലിയൊരു യൂണിറ്റ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. ബട്ട് ആദ്യമേ അവർ പറഞ്ഞിരുന്നു ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വച്ചിരിക്കുകയായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അൺഫോൾഡ് ചെയ്യണം എന്നുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഒരു യൂണിറ്റിന്റെ സൈസ്. അതായത് അൺഫോൾഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ചെറിയ യൂണിറ്റ്, എൻ്റെ കൈയിനേക്കാളും കുറച്ച് വലുതാണ്. സോ ഇതാണ് അതിന്റെ സൈസ്. കൂടാതെ അവര് മറ്റേ ഇതുണ്ടല്ലോ അതിന്റെ പങ്കകള്, ലീവ്സ്, ആ ലീവ്സ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലീവ്സ് എക്സ്ട്രാ അല്ല, ലീവ്സ് അഡീഷണൽ ആണ്. അതെല്ലാം ഫിറ്റ് ചെയ്യണം. അതിന് ഉണ്ടോ ലീവ്സ് ഉണ്ട്. ആ ലീവ്സ് എല്ലാം അതുമ്പോൾ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലൈ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അഡീഷണൽ ലീവ്സും ഉണ്ട് അതിന്റെ കൂടെ. അപ്പൊ ഇനി നമുക്ക് അതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നും അത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സെറ്റ് ഓഫ് ലീഫ് ചെയ്തു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ ലീഫും സെയിം ആയിരിക്കും. ഈ ലീഫ് സെയിം ആയിരിക്കും. അതിന്റെ റൊട്ടേഷനും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ലീഫിന്റെ ആ സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ട് എ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എ ലീഫ് ഒരേ സൈഡിൽ, ഇത് രണ്ടും എ ലീഫാണ്. ഇനി ഇപ്പുറത്ത് ബി ആണ്. അപ്പൊ ബി നമ്പർ ഇട്ടുണ്ട്. അപ്പൊ ബി ലീഫ് പിടിപ്പിക്കണം. കാരണം അത് സെറ്റ് ആവില്ല. കറക്റ്റ് ആ നോബ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ലീഫ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ബി ലീഫ് കൂടി പിടിപ്പിച്ച് കഴിയുമ്പോൾ ഡ്രോണിന്റെ എല്ലാ ലീവ്സും സെറ്റ് ആയിരിക്കും. അതായത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിന്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അത് ലോക്ക് ആവുകയാണ് അവിടെ ശരിക്കും. പിന്നെ അത് പോരില്ല. ഫുള്ളി ലോക്കഡായി. ഉണ്ടോ 4 ലീവ്സ്. ശരിക്കും ഇത് ഫിസിക്സിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ആ പ്രഷർ ഡിഫറൻസ് കൂടുതൽ, എന്താ പറയണേ, വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. നമ്മൾ ട്രെയിനിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ട്രെയിൻ അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. വെലോസിറ്റി കൂടുമ്പോൾ, സ്പീഡ് കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ അതുപോലെ ആ പ്രഷർ കുറയുമ്പോൾ ത്രസ്റ്റ് കൊടുക്കും. ത്രസ്റ്റ് കൊടുത്ത് വെർട്ടിക്കലായിട്ട് അത് ഫ്ലൈ ചെയ്യാണ്. വെർട്ടിക്കൽ ലിഫ്റ്റ് എന്ന് പറയും. 2 ടൈപ്പ് ഓഫ് ഡ്രോൺസ് ഉണ്ട്. ഒന്ന് ഗ്ലൈഡ് ചെയ്ത് വന്നിറങ്ങുന്ന ഫ്ലൈറ്റ് മോഡിൽ വരുന്ന ഡ്രോൺസ് ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ലിഫ്റ്റ് വരുന്ന ഡ്രോൺസ് ഉണ്ട്. ഇത് കൂടാതെ ഹൈബ്രിഡ് ഡ്രോൺസും ഉണ്ട്. ഹൈബ്രിഡ് ഡ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രോൺസ് നേരെ വെർട്ടിക്കലി ലിഫ്റ്റ് ആവും, ഫ്ലൈറ്റ് മോഡിൽ ഗ്ലൈഡ് ചെയ്ത് വന്ന് ഇറങ്ങും. ആ ഹൈബ്രിഡ് ഡ്രോൺസ് കൂടുതലും ഡെലിവറീസിനും മറ്റുള്ള പർപ്പസിനും എല്ലാം യൂസ് ചെയ്യാനാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പർപ്പസിന് യൂസ് ചെയ്യാനാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ കോഴ്സ് ചെയ്ത് ഇതിന്റെ ലൈസൻസ് എടുത്തത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അത്രയും ഇൻഫർമേഷൻ ഇല്ല. ശരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് എക്സൈറ്റഡ് ആവും നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം അത്രയും ഇൻഫോർമേറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഡ്രോൺസിന് സാറ്റലൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡ്രോൺസിന് ATC, എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഡ്രോണിന്റെ അടുത്തൂടെ ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലേക്ക് വേവ്സ് കൊടുത്തിട്ട്, റേഡിയോ വേവ്സ് കൊടുത്ത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ തമ്മിലൊരു ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടക്കും. അത് നമ്മൾ താഴെ ഓപ്പറേറ്റ് ചെയ്യണ ഈ ഒരു യൂണിറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരും. അടുത്തേക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും.
സോ ഇന്നലെ നമ്മൾ ഇന്നും ഇന്നലെയായിട്ട്, അതായത് 2 ദിവസം, തലേദിവസം ഇന്ന് ഒരു അടുത്ത ദിവസമായിട്ട് ഈ കണ്ടന്റ് രണ്ടായിട്ടാണ് ചെയ്യണേ. കാരണം വെച്ചാൽ കണ്ടന്റിന്റെ അൺബോക്സിങ് പാർട്ടിൽ ചാർജിങ് വരെയുള്ള ഒരു പാർട്ട് ചെയ്തു. ഇന്ന് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ടന്റ് ഫ്ലൈ ചെയ്യും. ഈ ഡ്രോൺ നമ്മൾ ഫ്ലൈ ചെയ്യും. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇന്നലെ പറഞ്ഞു തീർത്തത് ഇവിടെയാണ്. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്? ബാറ്ററീസ് ഉണ്ട്. ബാറ്ററീസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരാം. ഇത് ഫുള്ളി ചാർജ്ഡ് 2 ബാറ്ററി. ഇത് കൂടാതെ ഡ്രോണിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ 45 മിനിറ്റ്സിൻ്റെ 3 ബാറ്ററി നമുക്ക് അവൈലബിൾ ആണ്. ചാർജിങ് പോർട്ട്, ഡ്രോണിനൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതാണ് ഡ്രോണിൻ്റെ ചാർജിങ് പോർട്ട്. പിന്നെ ഇത് ഡ്രോൺ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സ്വിച്ചാണിത്. ഡ്രോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട്. പിന്നെ ബാറ്ററി റിമൂവ് ചെയ്യണത് സിമ്പിളാണ്. ഇവിടെ 2 നോബുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്തു. സോ ഇത് ക്യാപ്പാണ്. ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ജിംബലും ക്യാമറയും കാണാൻ പറ്റും. സോ ക്യാപ്പ് ഇട്ട് വയ്ക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ബാറ്ററി യൂണിറ്റിലും ഉണ്ട്. ബാറ്ററി യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി യൂണിറ്റിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. കണ്ടോ, ചാർജിങ് പോർട്ട് ഉണ്ട്. ഈ ചാർജിങ് പോർട്ടിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, C ചാർജറാണ്, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ബാറ്ററീസും നമുക്ക് ചാർജഡായി കിട്ടും. സ്വിച്ച് ഓൺ ചെയ്യണത് രണ്ടും, ഡ്രോണും ചാർജിങ് സ്റ്റേഷനും സ്വിച്ച് ഓൺ ചെയ്യുന്നത് ജസ്റ്റ് ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് വിട്ടിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, ഒരു റെഡ് കളർ വരും. കണ്ടോ, ഇപ്പം അതിൻ്റെ മോണിറ്റർ ഇങ്ങനെ വരും. ശരിക്കും ഏറ്റവും അഡ്വാൻസ്ഡ് Air 3 ആണ് ഈ മോണിറ്ററൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് മൊബൈൽ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ മോണിറ്റർ. ശരിക്കും ജസ്റ്റ് ലൈക്ക് മൊബൈൽ മോണിറ്റർ ഓണായി വരും. എന്നിട്ട് ഇതുവഴിയാണ് നമ്മൾ ഡ്രോൺ കണക്ട് ചെയ്യുന്നത്. ചാർജിങ് അല്ല, കൺട്രോൾ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ ഡ്രോൺ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മൂവ്മെൻറ്റ് പറഞ്ഞിരുന്നു. അതായത് ത്രോട്ടിൽ അപ്പ്, ത്രോട്ടിൽ ഡൗൺ, ദെൻ യോ റൈറ്റ്, യോ ലെഫ്റ്റ്. യോ റൈറ്റും യോ ലെഫ്റ്റും ഡ്രോൺ തിരിക്കാനായിട്ട്. ത്രോട്ടിൽ അപ്പും ത്രോട്ടിൽ ഡൗണും നമുക്ക് ഡ്രോൺ അപ്ലിഫ്റ്റ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും തിരിച്ച് ലാൻഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഡ്രോൺ പോകാനായിട്ട് റൈറ്റ് സൈഡിൽ പിച്ച് അപ്പ്, പിച്ച് ഫ്രണ്ട്, പിച്ച് ബാക്ക്, അതുപോലെ തന്നെ റോൾ റൈറ്റ്, റോൾ ലെഫ്റ്റ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രോൺ ലെഫ്റ്റിലേക്ക് പോകും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. പിച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. സെയിം ഡ്രോൺ ബാക്കിലേക്ക് വരാനായിട്ട് പിച്ച് ബാക്ക്. സോ ഇത്രയും സ്വിച്ചസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കൂടാതെ ഡ്രോൺ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ദെൻ സിനി മോഡ്, നോർമൽ, സ്പോർട്സ് മോഡ്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് ഫോട്ടോ എടുക്കാനും ഓട്ടോ സൂമും ഓട്ടോ ഫോക്കസും എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാഫ് പ്രസ് ആണെങ്കിൽ ഓട്ടോ ഫോക്കസും, അത് ഫുള്ളായിട്ട് പ്രസ് ചെയ്താൽ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ ഇതിനകത്ത് ജിംബൽ 2 യൂണിറ്റ് ഉണ്ട്. ഇത് തിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജിംബൽ നമുക്ക്, അതായത് ക്യാമറ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും മുകളിലേക്കും ഒക്കെ നമുക്ക് തിരിക്കാൻ വേണ്ടി ഉള്ളൊരു ഓപ്ഷനാണിത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ, ക്യാമറ സൂം ചെയ്യണമെങ്കിൽ ഇവിടെ ഈ റൈറ്റിൽ കാണുന്ന ഇത് വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും വെച്ച് കഴിഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ട് കാണിക്കാൻ പറ്റും. മറ്റേത് ജിംബൽ, ഇത് സൂം. സോ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻസ് വരുന്നത്. ഇതാണ് ഇത്രയും ഓൾ യൂണിറ്റ്. ഇനി നമുക്ക് എന്താ, ഈ സ്റ്റേഷൻ ആദ്യം അപ്പാക്കണം. സ്റ്റേഷൻ അപ്പാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മെയിൽ ID കൊടുക്കണം, അത് കോൺഫിഗർ ചെയ്യണം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കണക്ട് ചെയ്യണം. അതായത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഫൈനലി ഇതിലൊരു സോഫ്റ്റ്വെയർ വരും. എന്നിട്ട് ഡ്രോൺ ഓൺ ആക്കണം. ഡ്രോൺ ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത്, ഇത് വെച്ച് ബ്ലൂടൂത്ത് വഴി ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഡ്രോണിൽ ആ വ്യത്യാസം കാണാൻ പറ്റും, ഒരു വൈബ്രേഷൻ എല്ലാം വരും. എന്നിട്ട് ഗോ ഫോർ ഫ്ലൈ എന്നുള്ളത് ഇവിടെ കാണിക്കും, കണക്റ്റഡ് ആയെന്നുള്ളത്. ഗോ ഫോർ ഫ്ലൈ എന്നുള്ള ആ ഒരു കമാൻഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള പ്രാപ്തമാവും. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്.
ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നി എയർ 3 മലയാളം വെർഷനിൽ സംസാരിച്ചിരിക്കുന്നത് വളരെ കണ്ടന്റ്സ് കുറവാണ്. അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചു. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണ്ടന്റ് ഷെയർ ചെയ്യുക. പിന്നെ ഇനി നമുക്ക് ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അതിന്റെ ഒരു ഫ്ലൈയിങ് മോഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് അതുപോലെ ഡ്രോൺ ഷോട്ട്സും കാണിക്കാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ ഈ ക്യാപ്പ് എടുത്ത് മാറ്റാം. ഇത് ജിംബലിന്റെ ക്യാപ്പാണ്. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ക്യാപ്പ് എടുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, ചാർജിങ് സ്റ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള ഒരു മൈൻഡിലുള്ളതുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. ബട്ട് ഇത് ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന, എയർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്ന, ഫ്ലൈറ്റ് അല്ലെങ്കിലും എയർക്രാഫ്റ്റ് എന്നാണ് അതിന്റെ വേർഡ് പറയുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റേഷനാണത്. ഇത് സാറ്റലൈറ്റ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സോ ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് വെറുതെ ഒരു ഫ്ലൈ ചെയ്യല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അത് ത്രസ്റ്റ് മുകളിലേക്ക് ഡ്രോൺ പൊക്കാനുള്ള, അത് കൂടാതെ മിനിമം 9 സാറ്റലൈറ്റ്സ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന പറയുന്നത്. 9 സാറ്റലൈറ്റ്സ് ഫോക്കസ് ചെയ്ത് ആ കോർഡിനേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്ത് അത് അടുത്ത ലെവലിലേക്ക് നമ്മുടെ കമാൻഡ്സ് എല്ലാം കീപ്പ് ചെയ്ത് മൂവ് ചെയ്യണത്. സോ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ സ്വിച്ച് ഓൺ ചെയ്യണം. ഡ്രോൺ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് എടുത്തിട്ട് പതുക്കെ ഒന്ന് സ്വിച്ച് ചെയ്തു, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. കണ്ടോ അതിൻ്റെ ആ വൈബ്രേഷൻ കണ്ടോ? സോ വൈബ്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ സെർച്ചിങ് ഫോർ എയർക്രാഫ്റ്റ് കൊടുത്തിട്ട് എയർക്രാഫ്റ്റ് കണ്ടോ അത് കണക്ട് ചെയ്തു. സെർച്ചിങ് ഫോർ എയർക്രാഫ്റ്റ് കൊടുത്ത് ഇവിടെ കൊടുത്തു. ഇവിടെ ഇപ്പം അത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ നോക്കിയേ, ആ ഡ്രോണിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇവിടുത്തെ വിഷ്വൽസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലൈ ചെയ്യാനുള്ള ആ കമാൻഡ് കൊടുക്കാൻ പോകണം. ത്രോട്ടിൽ അപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്കൊന്ന് ഫ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചു നേരം ത്രോട്ടിൽ താഴേക്ക് ആക്കി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് കൊണ്ടുവരണം. 2 ത്രോട്ടിലും താഴേക്കാക്കി പിടിക്കുക. കുറച്ചു നേരം 2 ത്രോട്ടിലും താഴേക്കാക്കി പിടിക്കുക. എന്നിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഡ്രോൺ ഓൺ ആവും. അതായത് ടേക്ക് ഓഫിന് റെഡിയായി. കണ്ടോ ഇപ്പൊ അതിന്റെ എല്ലാ ഇതും എന്താ പറയണേ, എല്ലാ പ്രൊപ്പല്ലേഴ്സും കറങ്ങുകയാണ്. ഇനി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ത്രോട്ടിൽ അപ്പാക്കുക. എന്താ എന്താ അതിന്റെ ജിംബലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് ഫോക്കസ് ചെയ്യാം, ഫോക്കസ് കുറയ്ക്കാം, പിന്നെ ജിംബൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണത്, എങ്ങനെ ഇത് കാണിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഇത് ഡ്രോണിന്റെ ഇത് തിരിക്കാം, ഇത് അങ്ങോട്ട് തിരിക്കാം, പിന്നെ ഇങ്ങോട്ട് തിരിക്കാം. കണ്ടോ, പിന്നെന്താ, ഇനി മൂവ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് കുറച്ച് മൂവ് ചെയ്യാം. പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ളതുകൊണ്ട് അത് മൂവ് ചെയ്തില്ല. ഫ്രണ്ടിൽ ക്യാമറാമാൻ നിൽക്കുന്നതുകൊണ്ട് അത് മൂവ് ചെയ്തില്ല. കണ്ടോ, ഇനി നമുക്ക് അതൊന്നും കൂടി തിരിക്കാം. ഉണ്ടോ, നമ്മുടെ ഒരു ഗാർഡൻ വ്യൂ ആണത്. അത് ഡ്രോണിൽ കാണുന്നൊരു ഇതാണ്. ഇനി ഡ്രോൺ കുറച്ചും കൂടി മുന്നോട്ട് എത്തിക്കാം. ഇനി നമുക്ക് ത്രോട്ടിൽ അപ്പ് ചെയ്തിട്ട് ഡ്രോൺ മുകളിലേക്ക് പോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്താ, ഇതാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റേഷൻ. അതിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അപ്പൊ ഡ്രോൺ മുകളിലാണ്, ഇനി നമുക്ക് താഴെ ഇറക്കണം.
നമ്മളിനി ലാൻഡ് ചെയ്യാൻ പോവാണ്. കണ്ടോ, നിങ്ങൾക്ക് എന്നെ കാണാം. ഇതാ ലാൻഡ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ലാൻഡ് ചെയ്തു. അത് ഡിസ്കണക്ട് ചെയ്യുക, അത് സ്വിച്ച് ഓഫ് ഷട്ട് ഡൗൺ ചെയ്യാം. ഷട്ടിങ് ഡൗൺ ചെയ്തു. ഡ്രോണിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു എന്താ പറയണേ, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് വീഡിയോസ് ഡയറക്റ്റ്ലി ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ആ വ്യൂ ചെയ്യുന്ന വീഡിയോ നമ്മൾ റെക്കോർഡിംഗ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെക്കോർഡിംഗ് ഓപ്ഷൻ വഴി നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കാർഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോ നമുക്ക് പുറത്തേക്ക് എടുക്കാനും പറ്റും. സോ ഇതിനകത്ത് ഇത്രേ ഉള്ളെന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും പൈലറ്റ് ലൈസൻസ് എടുക്കണം. കാരണം ആ എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇതിന്റെ നോബ്സ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ആ നോബ്സ് യൂസ് ചെയ്യാനും സോഫ്റ്റ് ലാൻഡിങ് എല്ലാം നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക രസകരമായ സംഭവമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വിഷ്വൽസ് എടുക്കാൻ പറ്റും. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഷിരൂർ അപകടം നടന്നപ്പോൾ ഡ്രോൺ ആണ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. വയനാട് അപകടം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വേറെ ആർക്കും മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലേക്കും ഡ്രോൺസ് ചെന്നിട്ട് അവർ ആ വിഷ്വൽസ് എടുത്ത് നമ്മളിലേക്ക് എത്തിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഡ്രോണിൽ ആദ്യമായി എടുത്ത വളരെ മനോഹരമായ ഒരു വിഷ്വലാണ്, ഒരു ഡ്രോൺ ഷോട്ട്. സോ ഈ കണ്ടന്റ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.